ഹലോ, ഇന്ന് പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മക്കളെ, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, ഒരു ജീവിതമുള്ളൂ. ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും കാര്യമില്ല, ഒരു പ്രയോജനമില്ല. ആ ശ്വാസം പോകുന്നവരെ ആരോഗ്യകരമായിട്ട് ജീവിക്കുക. ഇന്ന് ചിലവരെ ഇരിക്കുന്നവരെ കുറച്ച് കഞ്ചാവോ പിന്നെ ലഹരിയൊക്കെ ഉപയോഗിച്ചു, അത് അല്ല, അതാണ് ജീവിതം. ഈ ബ്രൗൺ ഷുഗർ, കൊക്കിങ്, ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡിക്റ്റാ. ആദ്യം നമുക്ക് അത് ഫ്രീ ആയിട്ട് തരും, അത് കഴിഞ്ഞിട്ട് ഇനി ഭയങ്കര വിലയാ. ഇത് വാങ്ങിക്കാൻ കിട്ടുമോ? ഇത് വാങ്ങിക്കാൻ കിട്ടൂല. അതില് ഈ ബ്രൗൺ ഷുഗർ വലിക്കുന്നതിന്റെ, ഈ ബ്രൗൺ ഷുഗർ വലിക്കുന്നില്ലേ, ബ്രൗൺ ഷുഗർ കൊക്കീനും ഒക്കെ വലിക്കുന്നില്ലേ, ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യന്മാരെ അവർ സംശയിക്കൂല. ആരുടെയും കൂടി പോയിക്കോ, അവന് കാശ് വേണം വൈകുന്നേരമാകുമ്പോൾ. കാരണം അവനെ കൊണ്ട് വേറെ ഒന്നിനും കഴിയില്ല, സക്സപരമായിട്ട് ഒന്നും കഴിയില്ല. അവന്റെ ഞരമ്പുകളെല്ലാം ലൂസായി പോവാം. അവന് ഇത് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വലിച്ചില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാണ്. അപ്പൊ കഴിയുന്നതും ഈ ലഹരി പദാർത്ഥങ്ങൾ അത് മാറ്റിവെക്കുക നല്ലത്. കാരണം ആ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. കല്യാണം കഴിക്കുക, സുഖമായിട്ട് ജീവിക്കുക, കുറച്ച് ദിവസം വരെ ആരോഗ്യപരമായിട്ട് ജീവിക്കുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മദ്യം ഉപയോഗിക്കുമായിരുന്നു, 5-6 പാക്കറ്റ് സിഗരറ്റ്, ബീഡി ഇതൊക്കെ വലിക്കുമായിരുന്നു. അതൊക്കെ നിർത്തി കഞ്ചാവ് വരെ ഉപയോഗിക്കുക, മദ്യം കുടിക്കുമായിരുന്നു. ഇതൊക്കെ നിർത്തി കഴിഞ്ഞപ്പം എന്നാ സുഖമെന്നറിയാം. ഒരു കാറ്റൊക്കെ ഭയങ്കര റണ്ണിങ് ആയിട്ടാണ് കയറുന്നത്. കാരണം വേറൊന്നല്ല, ഇത് ചുമ്മാ ഇപ്പൊ നമ്മൾ സിഗരറ്റ് വലിക്കുന്നു, 2 പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സിഗരറ്റൊക്കെ വലിച്ച് നമ്മൾ ജാലിയായിട്ട് നടക്കുക. അത് വെറുതെയാ, ആർക്കൊന്നും ഇഷ്ടപ്പെടില്ല. സിഗരറ്റ് വലി ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം സിഗരറ്റ് വലി ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരാളുടെ മുമ്പിൽ വയ്ക്കുക ഭയങ്കര വാമാറ്റം. ബീഡി, സിഗരറ്റ്, ഇന്ന് മദ്യപാനം ഏറ്റവും വലിയ ഡേഞ്ചറാണ്. മദ്യപിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം ഭാര്യനെ സംശയമാണ്. ചിലവർ പറയും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ലൈംഗിക ബന്ധം നടത്താം, അതൊക്കെ വെറുതെയാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശകലം കുടിക്കാം. ഒരു ശകലം കുടിച്ചു കഴിയുമ്പോൾ നല്ല ഉന്മേഷം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മദ്യം കുടിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്നൊരു ബീവറേജ് ചെന്നൊരു മദ്യം കുടിക്കില്ല. ഏതെങ്കിലും കൂട്ടുകാരായിട്ട് ഉള്ളൂ മദ്യം കുടിക്കുന്നത്. കാരണം അവര് ഡയറക്റ്റായിട്ട് പോയിട്ട് മദ്യം വാങ്ങിച്ച് കഴിക്കൂല. കാരണം പിന്നെ ഒരു കൂട്ടുകാരന്റെ കൂടെ അല്ലാതെ മദ്യം വാങ്ങിച്ച് കഴിക്കൂല. അപ്പൊ അവന് ശകലം ഒഴിച്ചു കൊടുക്കും, നല്ല രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിക്കും, അതും രസമാണ്. ഇങ്ങനെ കഴിച്ച് ശരിക്കും നമ്മളെ ശരീരത്തിൽ ബ്ലഡ് ഓട്ടം ഉള്ളവന് ഒരു ശകലം മദ്യം കുടിച്ചാൽ മതി, പൂസായി എവിടെയെങ്കിലും പിന്നെ ഓടയിൽ കിടക്കും. അതേസമയം നമ്മളെ ശരീരത്തിൽ ബ്ലഡ് ഓട്ടം ഇല്ലെങ്കിൽ ഒരു ഫുള്ള് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കിക്കാവൂല. അതാണ് ഈ മദ്യപാനം. ആ മദ്യപാനം അത് നമുക്ക് പിന്നെ ഇതില്ലെങ്കിൽ നമുക്ക് ഒരു ജോലിക്ക് ഒരു ഉന്മേഷം ഉണ്ടാവില്ല. രാവിലെ ഭയങ്കര ഹാങ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയൊക്കെ വേദന, അത് ഒരു ശകലം പോയി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലെവലായി. നമ്മളെ ശരീരത്തെ ബ്ലഡ് മൊത്തം കട്ട പിടിക്കുക. ശരീരത്തെ ബ്ലഡ് മൊത്തം ഇത് കട്ട പിടിക്കുവാണ്. പിന്നെ ഈ മദ്യം കുടിക്കുമ്പോൾ ശകലം ഓട്ടം കിട്ടും, അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. പല അസുഖങ്ങൾ, കിഡ്നി ഡാമേജ് ആവും, ഹാർട്ട് വർക്ക് ചെയ്യില്ല.
ഹാർട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവന് വിശപ്പില്ലാത്തത്. ഹാർട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ ഗ്യാസ് കെട്ടിയിരിക്കും. ഇവിടെ ഈ മദ്യത്തിന്റെ കൂടെ നമ്മൾ സോഡയൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ അവന്റെ ഹാർട്ട് വർക്ക് ചെയ്യില്ലെങ്കിലോ ഗ്യാസ് കെട്ടി. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നൂല. അപ്പൊ കഴിയുന്നതും നമ്മൾ ഈ ലഹരി വസ്തു നിന്ന് മാറി നിൽക്കുക. ലഹരി വസ്തു ഏതായാലും നമുക്കിപ്പം ഒരു കള്ളു കുടിച്ചില്ല, സിഗരറ്റ് കഴിച്ചില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല. നമ്മളെ ആരോഗ്യം, കയ്യിൽ എത്ര കാശുണ്ടാവട്ടെ, നമ്മൾ ആരോഗ്യം നിലനിർത്തുക. ആരോഗ്യം നിലനിർത്തിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പുല്ലുവിലയാണ്. വീട്ടില് സാധനമൊന്നും വാങ്ങിച്ചു കൊടുക്കൂല, പക്ഷെ മദ്യപിക്കാൻ കാശ് വേണം. അപ്പൊ നമ്മളെ വില നമ്മൾ തന്നെ കളയുകയാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം. മദ്യവും കുടിക്കുന്നവർക്ക് ഞാൻ പറയാം, ഈ മദ്യപിച്ചിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ അടിയുണ്ടാക്കുന്നതല്ലാതെ വേറെ ഒരു കാര്യമില്ല മക്കളെ. ഈ മദ്യപാനം എന്നൊരു ഡേഞ്ചറാണ്. അത് ചുമ്മാ ആൾക്കാരായിട്ട് തല്ലുകൂടാം, വീട്ടുകാരായിട്ട് തല്ലുകൂടാം. മദ്യം കുടിച്ച് വന്നിട്ടുണ്ടെങ്കിലോ ഭാര്യയും മക്കൾക്കും ഇഷ്ടപ്പെടൂല, പക്ഷെ മിണ്ടാൻ പറ്റുമോ? സമൂഹം തന്നെ വെറുക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം. കഞ്ചാവ് പിന്നും കുഴപ്പമില്ല. കോക്കിങ്, ഈ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ, അതൊക്കെ ഡേഞ്ചറാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ നമ്മൾ ആരോഗ്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു 20 വയസ്സിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് വെറുപ്പായിരിക്കും. ഞരമ്പിനകത്ത് നമ്മളെ ഈ എല്ലുണ്ട്, എല്ലിനകത്തൊരു സാധനമുണ്ട്, മജ്ജ. അതൊക്കെ പറ്റിപ്പോകും. അതാണ് ബ്രൗൺ ഷുഗർ. ആ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും മദ്യപാനം, സിഗരറ്റ് വലി, കള്ളുകുടി, ബിയർ കുടി, ഇതൊന്നും ഒരു ലഹരി, അതൊരു രസമല്ലാത്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾ കാരണം ചെയ്യണമെന്ന് പറയട്ടെ, ഈ പദാർത്ഥങ്ങൾ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേ നമുക്ക് ആരോഗ്യമായിട്ട് ജീവിക്കാമേ. ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാം. ഇന്ന് മദ്യപാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന മദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് പിടിക്കൂല. നമ്മളെ ഇന്ത്യ രാജ്യത്ത് മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദ്യം വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഊമ്പിക്കൊള്ളണം. അത് എവിടെയെങ്കിലും ഒരു സൈഡിൽ വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിലോ സാമൂഹിക വിരുദ്ധർ വിൽക്കുകയും വേണം. കുടിച്ചിട്ടുണ്ടെങ്കിലോ എവിടെയെങ്കിലും വെച്ച് കണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിലോ പോലീസ് പിടിച്ചാൽ പൊതു സ്ഥലത്ത് മദ്യപിച്ചു. ഈ ഏതെങ്കിലും ഒരു കാട്ടിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ പൊതു സ്ഥലത്ത് മദ്യപിച്ചു. ഏതും കടയ്ക്കകത്ത് ഒരു ആളില്ലാത്ത കടയ്ക്ക് കയറിയിട്ട് ഒരു ശകലം മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അത് എല്ലാം പൊതുസ്ഥലം. ഉൾക്കാട്ടിൽ ചെന്നാലും പൊതുസ്ഥലം. മീഡിയക്കാര് ഒരു ക്യാമറയും കൊണ്ട് നടക്കുക. സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. നമുക്ക് ഈ ഗവൺമെന്റിന് മദ്യം വിൽക്കുകയും ചെയ്യണം, കഷത്തിരിക്കുന്ന കളയാനും പാടില്ല, ഇത്തരത്തിലേക്ക് എടുക്കുകയും ചെയ്യണം. നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടില് ബീവറേജിന്റെ തൊട്ടപ്പുറത്തന്നെ കുടിച്ചു മറിഞ്ഞോളുക. അവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ മദ്യം തന്നിട്ടുണ്ടെങ്കിൽ പണ്ട് നല്ല മദ്യം കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഒരു ശകലം മദ്യം കുടിച്ചാൽ കിക്കാവൂല. ഇപ്പൊ അങ്ങനെയല്ല. മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ചിറ്റിയെടുത്ത് അടിച്ച പോലെയാ. കാരണം എന്താണ്? ആ മദ്യത്തിന് വീര്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, മദ്യപാനം ഒഴിവാക്കുക, മക്കളായിട്ട് സന്തോഷം നടക്കുക, ഭാര്യയും മക്കളായിട്ട് മാതാപിതാക്കളായിട്ട് എല്ലാവരും നാട്ടുകാരായിട്ട് സന്തോഷമായിട്ട് നടക്കുക. അടിപിടി പാടില്ല. കാരണം ഇന്ന് മദ്യത്തിന് വേണ്ടിയിട്ട്, ബ്രൗൺ ഷുഗറിനും മെന്റലിനും വേണ്ടിയിട്ടില്ല, മദ്യം കുടിച്ചിട്ടാണ് ആൾക്കാർ തലക്കടിച്ച് കൊല്ലുന്നത്. മദ്യം കുടിച്ചിട്ടാണ് ആൾക്കാർ തലക്കടിച്ച് കൊല്ലുന്നത്. കാരണം ഷെയർ വെക്കും, പൈസ കൊടുക്കൂല. അതുകൊണ്ട്
എന്റെ സഹോദരന്മാരെ, മദ്യപാനം നല്ലതല്ല. മദ്യം നമ്മളെ കൂട്ടുകാരനല്ല. മദ്യം നമ്മളെ മാതാപിതാക്കളെ വെറുപ്പിക്കും. എല്ലാവരെയും സമൂഹം തന്നെ നമ്മളെ വെറുക്കും. അതുകൊണ്ട് മദ്യം നിങ്ങൾ കഴിക്കരുത്.